IMD 2026-27 ജനുവരി 26 തീയതികളിലേക്ക് രാജ്യത്തെ 13 സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വ്യാപകമായ ഇടിമിന്നലുള്ള മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഈ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു. പ്രത്യേകിച്ചും ജനുവരി 27-നാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടതെന്ന് പറയുന്നുണ്ട്. കാരണം അന്ന് പുതിയൊരു വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് സജീവമാകുമെന്നാണ് പ്രവചനം. ഇങ്ങനെയൊരു അലർട്ട് വരുന്നത് നിലവിൽ തുടരുന്ന കൊടുംതണുപ്പിനിടയിലാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കൃത്യമായ കാലാവസ്ഥാ വിവരങ്ങൾ അറിയാൻ കൂടുതൽ താൽപ്പര്യമുണ്ട്. IMDയുടെ ഈ പ്രവചനം കാണിക്കുന്നത് കാലാവസ്ഥയിൽ വലിയൊരു മാറ്റം വരാൻ പോകുന്നു എന്നാണ്. ഇത്രയും കാലം അനുഭവിച്ച വരണ്ട തണുപ്പിൽ നിന്ന് മാറി ഇനി കൂടുതൽ മഴയും അന്തരീക്ഷത്തിൽ ഒരുപാട് മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. ഓറഞ്ച് അലേർട്ട് എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. കാരണം മോശം കാലാവസ്ഥ കാരണം എന്തും സംഭവിക്കാം. അതുകൊണ്ട് ജനങ്ങളും അധികാരികളും ഒരുപോലെ ജാഗ്രത പാലിക്കാനും മുൻകരുതലുകൾ എടുക്കാനും ഇത് ആവശ്യപ്പെടുന്നുണ്ട്. ഈ അലേർട്ട് നൽകിയിട്ടുള്ള സ്ഥലങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി പരന്നുകിടക്കുകയാണ്. വടക്കൻ സമതലങ്ങൾ, ഹിമാലയൻ പ്രദേശങ്ങൾ, കൂടാതെ മധ്യ പടിഞ്ഞാറൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലും ഈ മുന്നറിയിപ്പുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളെ ഇത് നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ജനങ്ങളുടെ സുരക്ഷയാണ് ഇപ്പോഴത്തെ പ്രധാന ആശങ്ക. മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ അറിയാൻ എല്ലാവർക്കും താൽപ്പര്യമുള്ളതുകൊണ്ട് അന്വേഷണങ്ങളും ചോദ്യങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. രാജ്യത്തെ പ്രധാന കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസിയായ IMDയാണ് ഈ മുന്നറിയിപ്പുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിലും ആളുകളെ അറിയിക്കുന്നതിലും വലിയ പങ്ക് വഹിക്കുന്നത്. ഈ മഴക്കാലത്തേക്കുള്ള മാറ്റം പല പുതിയ വെല്ലുവിളികൾക്കും വഴിയൊരുക്കും. പ്രാദേശിക വെള്ളപ്പൊക്കം മുതൽ ആലിപ്പഴം വീഴ്ചയും ശക്തമായ കാറ്റുമെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കാം. അതുകൊണ്ട് ഈ അലർട്ട് ദേശീയ തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടുന്നുണ്ട്. ഈ പ്രവചനം ശൈത്യകാല കാലാവസ്ഥയുടെ ഒരു പ്രധാന വഴിത്തിരിവാണ്. ബാധിക്കപ്പെട്ട പ്രദേശങ്ങളിൽ സാധാരണ ജീവിതം മുതൽ കാർഷിക പ്രവർത്തനങ്ങളെ വരെ ഇത് ബാധിക്കും. ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് സജീവമാകുന്നത് സാധാരണയായി കാണുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ശൈത്യകാലത്ത് ഇത് മഴ കൊണ്ടുവരാറുണ്ട്. ഈ സമയത്തെ അതിന്റെ ശക്തിയും ഏതൊക്കെ സ്ഥലങ്ങളെ ബാധിക്കുമെന്നുമെല്ലാം IMDയുടെ അലർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. People often ask how this channel puts out content like this so consistently. And honestly, I'm not doing the heavy lifting manually. I'm using Helios. It's the AI engine we built to handle the impossible parts of creation. It is literally the power behind what you just watched. If you want that kind of speed and quality at your fingertips, don't just watch AI build the future. Start building it yourself. Helios is finally open to the public. Check the link in the description and go bring the heat. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ഓറഞ്ച് അലർട്ട് 13 സംസ്ഥാനങ്ങളിലായാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, തമിഴ്നാട്, കൂടാതെ മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ഈ അലർട്ട്. ഈ ഓരോ പ്രദേശത്തും ഓരോ തരത്തിലുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. വടക്കൻ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ഡൽഹി NCR, ഉത്തർപ്രദേശിലെ മീററ്റ് മുതൽ അയോധ്യ വരെയുള്ള വലിയൊരു ഭാഗം, അതുപോലെ രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ആലിപ്പഴം വീഴ്ചയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മലയോര പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. ഇത് അവിടെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാക്കിയേക്കാം. തെക്കോട്ട് വരുമ്പോൾ മധ്യ മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിൽ നേരിയതോ ഇടത്തരമോ ആയി മഴ ലഭിച്ചേക്കും. കാലാവസ്ഥാ പ്രവചനം കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് നോക്കിയാൽ ഡൽഹിയിലും ഉത്തർപ്രദേശിലുമൊക്കെ കാറ്റിന് 30 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ ഇത് 60 കിലോമീറ്ററും കടന്നേക്കാം. ജനുവരി 27-ന് ഡൽഹിയിലെ താപനില കുറഞ്ഞത് ഏകദേശം 9 ഡിഗ്രി സിയും കൂടിയത് 19 ഡിഗ്രി സിയും ആയിരിക്കുമെന്നാണ് പ്രവചനം. 28 ജനുവരി 27 തീയതികളിൽ ജമ്മു കശ്മീരിൽ നേരിയ മഴക്കോ മഞ്ഞുവീഴ്ചക്കോ സാധ്യതയുണ്ട്. എന്നാൽ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ മണാലിയിൽ നല്ല കൊടും തണുപ്പായിരിക്കും. അവിടെ കൂടിയ താപനില -4 ഡിഗ്രി സിയും കുറഞ്ഞ താപനില -8 ഡിഗ്രി സിയും വരെ പോകുമെന്നാണ് പ്രവചനം. 13 സംസ്ഥാനങ്ങളിൽ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് IMD വ്യക്തമാക്കുന്നത്. ഈ കാലാവസ്ഥാ മാറ്റം എത്രത്തോളം വ്യാപകമാണെന്ന് ഇത് കാണിക്കുന്നു. ഈ മഴ തണുപ്പിന്റെ കാഠിന്യം കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിച്ചേക്കാം. മഴയ്ക്ക് ശേഷം താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ കടുത്ത കാലാവസ്ഥാ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു താരതമ്യത്തിന് കഴിഞ്ഞ ദിവസം, അതായത് ജനുവരി 26-ന് ഡൽഹിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 18 ഡിഗ്രി സിയും കുറഞ്ഞ താപനില 5 ഡിഗ്രി സിയുമായിരുന്നു. ഇത് വരാൻ പോകുന്ന മാറ്റത്തിനുള്ള ഒരു സൂചന കൂടിയാണ്. IMDയുടെ ഈ വിശദമായ റിപ്പോർട്ട് കാലാവസ്ഥാ സംവിധാനം എത്ര സങ്കീർണമാണെന്നും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത് എങ്ങനെ വ്യത്യസ്തമായി ബാധിക്കുന്നുവെന്നും നമുക്ക് കാണിച്ചുതരുന്നു. ജനുവരി 27-നെക്കുറിച്ചുള്ള പുതിയ IMD മുന്നറിയിപ്പ് വന്നതോടെ കാലാവസ്ഥയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ പെട്ടെന്ന് കുതിച്ചുയർന്നു. ഇത് സാധാരണക്കാർക്കിടയിലുള്ള വലിയ ആശങ്കയും കൃത്യമായ വിവരങ്ങൾ തത്സമയം അറിയാനുള്ള അവരുടെ ആഗ്രഹവും എടുത്തു കാണിക്കുന്നുണ്ട്. ആജ് കാ മൗസം, ഇന്നത്തെ കാലാവസ്ഥ. ആജ് കാ മൗസം കൈസാ രഹേഗ, ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയായിരിക്കും. കൽ കാ മൗസം, നാളത്തെ കാലാവസ്ഥ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കാണ് വലിയ വർധനവുണ്ടായിരിക്കുന്നത്. ഈ തിരച്ചിൽ രീതികൾ വ്യക്തമാക്കുന്നത് വരാനിരിക്കുന്ന കാലാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനനുസരിച്ച് തയ്യാറെടുക്കാനും ആളുകൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. 27 ജനുവരി 2026 കാ മൗസം, 2026 ജനുവരി 27-ലെ കാലാവസ്ഥ എന്നൊക്കെ കൃത്യമായി തീയതി വെച്ചുള്ള ചോദ്യങ്ങൾ IMDയുടെ മുന്നറിയിപ്പിനോടുള്ള ഒരുതരം നേരിട്ടുള്ള പ്രതികരണമായിട്ടാണ് കാണുന്നത്. മാത്രമല്ല, ക്യാ ആജ് ബാരിഷ് ഹോഗി, ഇന്ന് മഴ പെയ്യുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും 26-27 ജനുവരി കോ ബാരിഷ് കാ അലർട്ട്, 27 ജനുവരി 26 തീയതികളിൽ മഴ മുന്നറിയിപ്പ് എന്ന വാക്കുകളും വരാനിരിക്കുന്ന മഴയെയും ഇടിമിന്നലിനെയും കുറിച്ചുള്ള ജനങ്ങളുടെ ആശങ്ക വ്യക്തമാക്കുന്നു. ജനങ്ങളുടെ ഈ വലിയ താൽപര്യം കാണിക്കുന്നത് കാലാവസ്ഥാ പ്രവചനം ബാധിക്കപ്പെട്ട പ്രദേശങ്ങളിലെ ആളുകളുടെ ദൈനംദിന ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതും നേരിട്ട് ബന്ധമുള്ളതുമാണെന്നാണ്.
ഈ വലിയ താൽപര്യം നിലവിൽ തുടരുന്ന അതിശൈത്യവുമായും ചേർന്നു നിൽക്കുന്നുണ്ട്. ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ വരുന്ന ഈ മഴ എങ്ങനെയാണ് ഇപ്പോഴുള്ള തണുപ്പുമായി പ്രതികരിക്കുക എന്നറിയാൻ മൗസം കാ ഹാൽ കാലാവസ്ഥാ വിവരങ്ങൾ എന്ന് പലരും തിരിയുന്നുണ്ട്. അതിശൈത്യവും മഴക്കാലവും ഒരുമിച്ച് വരുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതും എല്ലാവർക്കും ലഭ്യമാകുന്നതുമായ കാലാവസ്ഥാ വിവരങ്ങൾക്ക് വലിയ ആവശ്യകതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈയൊരു പ്രതിഭാസം കാണിക്കുന്നത് ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്കും വിവരങ്ങൾ തേടുന്നതിനും കാരണമാകുന്നതെന്നാണ്. ഇന്ത്യയിലുടനീളമുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അവരുടെ പദ്ധതികൾ മാറ്റുന്നത്. വിവരങ്ങൾ തേടാനുള്ള ജനങ്ങളുടെ ഈ മുന്നിട്ടിറങ്ങൽ ഇത്തരം മുന്നറിയിപ്പുകൾ അവരുടെ സുരക്ഷയിലും ദൈനംദിന കാര്യങ്ങളിലും എത്രത്തോളം നേരിട്ട് സ്വാധീനം ചെലുത്തുന്നു എന്നതിന്റെ തെളിവാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച ഓറഞ്ച് അലർട്ട് അത്ര നിസ്സാരമല്ല കേട്ടോ. ഈ കൊടുംതണുപ്പിൽ ജനസാന്ദ്രതയേറിയ വടക്കേ ഇന്ത്യയിലെ സാധാരണ ജീവിതത്തെ ഇത് കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. കനത്ത മഴയും ഇടിമിന്നലോടുകൂടിയ കാറ്റുമൊക്കെയാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഇത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. റോഡ്, വിമാന ഗതാഗതത്തെയാണ് ഇത് പ്രധാനമായും ബാധിക്കുക. യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വൈദ്യുതി മുടങ്ങുന്നതും വേറൊരു പ്രധാന പ്രശ്നമാണ്. കാരണം ഈ മോശം കാലാവസ്ഥ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകും. അവശ്യ സേവനങ്ങളെയൊക്കെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാർഷിക മേഖലയിൽ ഇത് നേരിട്ടുള്ള ഭീഷണിയാണ്. ആലിപ്പഴം വീഴ്ചയും കനത്ത മഴയും വിളകൾക്ക് നാശനഷ്ടമുണ്ടാക്കുമെന്നതിനാൽ കർഷകർ തുറന്ന സ്ഥലങ്ങളിൽ ഇറങ്ങരുതെന്ന മുന്നറിയിപ്പുണ്ട്. ഇത് അവരുടെ ജീവിതമാർഗത്തെ സാരമായി ബാധിക്കും. ഉയരമുള്ള മലയോരങ്ങളിൽ മഞ്ഞുമല ഇടിയാനുള്ള ഭീഷണിയുമുണ്ട്. ഇത് അവിടുത്തെ ആളുകൾക്കും യാത്രക്കാർക്കും വലിയ അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പുറമെ കടുത്ത തണുപ്പും കൂടിയുണ്ട് കേട്ടോ. തലേദിവസം ഡൽഹിയിൽ 5 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു തണുപ്പ്. കൊടും തണുപ്പ് ഇപ്പോഴേ ശക്തമാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. തെളിഞ്ഞ ആകാശവും താപനിലയിലെ കുത്തനെയുള്ള ഇടിവുമൊക്കെയായിരുന്ന വരണ്ട തണുപ്പിൽ നിന്ന് വെസ്റ്റേൺ ഡിസ്റ്റർബൻസിന്റെ സ്വാധീനം മൂലം ഈർപ്പമുള്ള കാലാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് എന്ന് ഈ കാലാവസ്ഥാ പ്രവചനം വിരൽ ചൂണ്ടുന്നു. ഈ മാറ്റം കടുത്ത തണുപ്പിന് ഒരു ചെറിയ ആശ്വാസം നൽകിയേക്കാം. കാരണം താപനിലയിൽ നേരിയ വർധനവുണ്ടാവാം. പക്ഷേ അതേസമയം ഇത് പ്രാദേശിക വെള്ളപ്പൊക്കവും ആലിപ്പഴം വീഴ്ചയുമൊക്കെ പോലുള്ള പുതിയ അപകടങ്ങളും കൊണ്ടുവരും. ഇതിന്റെ വലിയൊരു സ്വാധീനം പൊതുജന സുരക്ഷയിലും കൂടിയാണ്. ജനുവരി 26-ലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ശേഷമുള്ള ഈ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് കാലാവസ്ഥാ ആപ്പുകളും വാർത്താ അപ്ഡേറ്റുകളും ഒക്കെ നോക്കുന്നത്. വരാനിരിക്കുന്ന കാലാവസ്ഥയുടെ പ്രത്യാഘാതങ്ങളെ നേരിടാനും കുറക്കാനുമുള്ള ഒരുമിച്ചുള്ള ശ്രമമാണ് ഈ പൊതുവായ ജാഗ്രതയിലൂടെ കാണുന്നത്. നിലവിലുള്ള കടുത്ത തണുപ്പും ഈ പുതിയ മഴക്കാലവും ചേരുമ്പോൾ ബാധിക്കപ്പെട്ട സംസ്ഥാനങ്ങളിലെ ആളുകൾക്കും അടിയന്തര സേവനങ്ങൾക്കും ഇത് ഇരട്ട വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സുരക്ഷ ഉറപ്പാക്കാനും തടസ്സങ്ങൾ പരമാവധി കുറക്കാനും ശ്രദ്ധയോടെയുള്ള ആസൂത്രണവും ജാഗ്രതയും അത്യാവശ്യമാണ്. IMDയുടെ ഓറഞ്ച് അലർട്ട് നമ്മുടെ സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ചില പ്രധാന മേഖലകളിലും പ്രദേശങ്ങളിലും. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിലെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായ കൃഷിക്ക് കാര്യമായ ഭീഷണിയുണ്ട്. കൽമഴയും കനത്ത മഴയും കാരണം വിളനാശമുണ്ടായാൽ കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകും. ഇത് പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെയും ഭക്ഷ്യവിതരണ ശൃംഖലകളെയും കാര്യമായി ബാധിക്കും. കൃഷിക്ക് പുറമെ ഡൽഹി NCR പോലുള്ള തിരക്കേറിയ മഹാനഗരങ്ങളിൽ നഗരയാത്രകളും വലിയ ബുദ്ധിമുട്ടുകളുണ്ടാക്കാം. യാത്ര വൈകുന്നത്, റോഡിലെ അപകടകരമായ സാഹചര്യങ്ങൾ, പൊതുഗതാഗത തടസ്സങ്ങൾ എന്നിവ ഉൽപ്പാദനക്ഷമതയെയും ദൈനംദിന വ്യാപാരത്തെയും പ്രതികൂലമായി ബാധിക്കും. 13 സംസ്ഥാനങ്ങളിൽ ഈ അലർട്ട് വ്യാപകമായതുകൊണ്ട് ഈ ആശങ്ക ദേശീയ തലത്തിലേക്ക് എത്തുന്നുണ്ട്. അതായത് രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങളും സാമ്പത്തിക പ്രവർത്തനങ്ങളും പ്രവചിക്കപ്പെട്ട കാലാവസ്ഥയുടെ പ്രതികൂല ഫലങ്ങൾക്ക് നേരിട്ട് ഇരയാവാൻ സാധ്യതയുണ്ട്. വരണ്ട തണുപ്പിൽ നിന്ന് ഈർപ്പമുള്ള കാലാവസ്ഥയിലേക്ക് മാറുന്നത് തണുപ്പിൽ നിന്ന് അല്പം ആശ്വാസം നൽകുമെങ്കിലും സാമ്പത്തിക രംഗത്ത് തുടർച്ചയായ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഗതാഗതത്തെയും പുറത്തുള്ള ജോലികളെയും ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നഷ്ടം കുറയ്ക്കാൻ പെട്ടെന്ന് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ടിവരും. കൂടാതെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനും അടിസ്ഥാന സൗകര്യങ്ങൾ പരിപാലിക്കാനും വേണ്ട വിഭവങ്ങൾ മാറ്റിവെക്കുന്നത് സംസ്ഥാന, ദേശീയ അധികാരികൾക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമായി മാറും. കാലാവസ്ഥാ അറിയിപ്പുകളിൽ ജനങ്ങളുടെ ശ്രദ്ധ കൂടുന്നത് അവരുടെ വ്യക്തിപരമായ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക മാത്രമല്ല. അനിശ്ചിതമായ ഈ സാഹചര്യങ്ങളിൽ ദൈനംദിന ജീവിതവും സാമ്പത്തിക കാര്യങ്ങളും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന പ്രായോഗികമായ ചിന്ത കൂടിയാണ്. സാമൂഹിക പ്രവർത്തനങ്ങളെയും സാമ്പത്തിക സ്ഥിരതയെയും കാലാവസ്ഥ എത്രത്തോളം ബാധിക്കുമെന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ അലർട്ട്. പ്രത്യേകിച്ച് ഇന്ത്യയെപ്പോലെ വൈവിധ്യമാർന്നതും ജനസാന്ദ്രതയേറിയതുമായ ഒരു രാജ്യത്ത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് വിവിധ മേഖലകളിലും സമൂഹങ്ങളിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. I hope you got some value out of this video. And if you're sitting there thinking you want to build something like this yourself, you don't have to start from scratch. I built Helios to give creators an unfair advantage. It takes the heavy lifting out of the process so you can focus on the ideas. It's exactly what I use, and now it's available for you too. The link is in the description. Don't just watch the future. Go build it with Helios. I'll see you in the next one.